നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ശാസ്താംപൂവം ആദിവാസി നഗറിലെ വയോധികയെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കാടർ വീട്ടിൽ മീനാക്ഷിയാണ് മരിച്ചത്. CPM കൊടകര ഏരിയ സമ്മേളനത്തിന് ആമ്പല്ലൂരിൽ തുടക്കമായി. സംഘാടക സമിതി ചെയർമാൻ PK ശിവരാമൻ പതാക ഉയർത്തി. കൊടകരയിൽ 23 കിലോ കഞ്ചാവുമായി കുപ്രസിദ്ധ മയക്കുമരുന്ന് കടത്തുകാരൻ പിടിയിൽ. പൂപ്പത്തി നെടുമ്പറമ്പിൽ വീട്ടിൽ ഷാജിയാണ് അറസ്റ്റിലായത്. പുതുക്കാട് ബാറിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച വെണ്ടൂർ സ്വദേശിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളി KSCB ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ശാസ്താംപൂവം ആദിവാസി നഗറിലെ വയോധികയെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കാടർ വീട്ടിൽ പരമേശ്വരന്റെ ഭാര്യ 71 വയസ്സുള്ള മീനാക്ഷിയാണ് മരിച്ചത്. ആനപ്പാന്തം വനത്തിലെ കടുക്കാത്തോടിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊടകരയിൽ 23 കിലോ കഞ്ചാവുമായി കുപ്രസിദ്ധ മയക്കുമരുന്ന് കടത്തുകാരൻ പിടിയിലായത് മുൻപ് കഞ്ചാവ് കടത്തിയതിന് 7.5 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് അപ്പീൽ ജാമ്യത്തിലുള്ള ആൾ. 50ലേറെ ലഹരിമരുന്ന് കേസുകളിൽ പ്രതിയായ മാള മൂപ്പത്തി സ്വദേശി നെടുപ്പറമ്പിൽ വീട്ടിൽ ഷാജി എന്ന പൂപ്പത്തി ഷാജിയാണ് പിടിയിലായത്. ഇയാൾക്ക് പട്ടിക്കുട്ടി ഷാജി എന്നും വിളിപ്പേരുണ്ട്. ചാലക്കുടി DYSP K സുമേഷിന്റെ നേതൃത്വത്തിൽ കൊടകരയിൽ ദേശീയപാതയോട് ചേർന്ന ബസ് സ്റ്റോപ്പിന് സമീപം ഇയാളെ സംശയാസ്പദമായി കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഒറീസയിൽ നിന്നും ചാലക്കുടിയിലും പരിസരങ്ങളിലും വിതരണം ചെയ്യാനെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത് എന്നാണ് പ്രാഥമിക വിവരം. കൊടകരയിൽ വന്നിറങ്ങി ഓട്ടോറിക്ഷ കാത്തു നിൽക്കവെയാണ് ഷാജിയെ പോലീസ് സംഘം പിടികൂടിയത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഷോൾഡർ ബാഗും മറ്റൊരു വലിയ ബാഗുമായി നിൽക്കുകയായിരുന്നു ഇയാൾ. പോലീസിനെ കണ്ട് ബാഗുകളുമായി ഒളിക്കാൻ ശ്രമിച്ചതാണ് പിടിക്കപ്പെടാൻ ഇടയാക്കിയത്. കുപ്രസിദ്ധ ലഹരി വ്യാപാരിയായ ബോംബെ തലയൻ ഷാജിയുടെ അടുത്ത സുഹൃത്തും ലഹരിക്കടത്തിൽ കൂട്ടാളിയുമാണ് പൂപ്പത്തി ഷാജി. തുടർച്ചയായി കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉൾപ്പെട്ട കേസുകളിലെ പ്രതിയായ ബോംബെ തലയൻ ഷാജിയെ അടുത്തിടെ കരുതൽ തടങ്കലിലാക്കിയിരുന്നു. ലഹരി വിരുദ്ധ നടപടിയായ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്ടോറോപിക് സബ്സ്റ്റൻസ് നിയമപ്രകാരമാണ് കരുതൽ തടങ്കലിലടിച്ചത്. തൃശൂർ റൂറൽ ജില്ലയിൽ ആദ്യമായാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട പ്രതിയെ കരുതൽ തടങ്കലിലാക്കിയത്. കഞ്ചാവ്, മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ, ലഹരി വസ്തുക്കൾ, മോഷണം എന്നിവയുൾപ്പെട്ട നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾക്കെതിരെ തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ്, തൃശൂർ റൂറൽ ജില്ലാ മേധാവി നവനീത് ശർമ്മ എന്നിവർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെതായിരുന്നു നടപടി. ബോംബെ തലയൻ ഷാജിക്കൊപ്പം 3 പതിറ്റാണ്ടോളമായി സജീവ ലഹരിക്കടത്ത് സംഘാംഗമായി പ്രവർത്തിക്കുന്ന പൂപ്പത്തി ഷാജിക്ക് 50ലേറെ കേസുകളുണ്ട്. 2020 നവംബർ മാസം കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന 22 കിലോ കഞ്ചാവുമായി ഒറീസ സ്വദേശിയോടൊപ്പം പിടിയിലായതിനെ തുടർന്ന് 7.5 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു. ഈ ശിക്ഷാവിധി പ്രകാരം കുറച്ചുനാൾ ജയിലിൽ കിടന്ന ശേഷം അപ്പീൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും ബോംബെ തലയൻ ഷാജിക്കൊപ്പം കഞ്ചാവ് കടത്തലിൽ വ്യാപൃതനാവുകയായിരുന്നു. ഷാജിയെ പിടികൂടി കഞ്ചാവ് കണ്ടെടുത്ത അന്വേഷണ സംഘത്തിൽ ചാലക്കുടി DYSP K സുമേഷ്, ക്രൈംബ്രാഞ്ച് DYSP M ഉല്ലാസ് കുമാർ, ചാലക്കുടി CIM K സജീവ്, കൊടകര CI PK ദാസ്, സബ് ഇൻസ്പെക്ടറായ N പ്രദീപൻ, VP അരിസ്റ്റോട്ടിൽ, NS റെജിമോൻ, ഡാൻ സാഫ്, അംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, ഷീബ അശോകൻ, AU റെജി, MJ ബിനു, ഷിജോ തോമസ്, കൊടകര സ്റ്റേഷനിലെ ASI സജു പൗലോസ്, KP ബെന്നി, സീനിയർ CPO PA പ്രതീഷ്, സൈബർ സെൽ ഉദ്യോഗസ്ഥരായ സനൂപ്, സിൽജോ, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർമാർ വിമൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, പഞ്ചായത്ത് അംഗം CB തുടങ്ങിയവരും സംഭവസ്ഥലത്ത് സന്നിഹിതരായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. CPM കൊടകര ഏരിയ സമ്മേളനത്തിന് ആമ്പല്ലൂരിൽ തുടക്കമായി. കൊടിമര ജാഥ മോനടിയിൽ രക്തസാക്ഷി സഖാവ് CS ബിനോയുടെ സ്മൃതി മണ്ഡപത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു.
MR രഞ്ജിത്ത് ക്യാപ്റ്റനായും PC ഉമേഷ് വൈസ് ക്യാപ്റ്റനായും നയിച്ച കൊടിമര ജാഥ 200ഓളം ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ സമ്മേളന നഗരിയിലേക്ക് പ്രയാണം ചെയ്തു. പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള ജാഥ മണ്ണമ്പേട്ടയിൽ MB മണികണ്ഠന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് ആരംഭിച്ചത്. CPM ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. EK അനൂപ് ക്യാപ്റ്റനായും AV ചന്ദ്രൻ വൈസ് ക്യാപ്റ്റനായും നയിച്ച പതാക ജാഥ വെണ്ടൂർ ചുങ്കം സെന്ററിൽ കൊടിമര ജാഥയോടൊപ്പം ചേർന്നു. തുടർന്ന് ആമ്പല്ലൂരിൽ നടന്ന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ PK ശിവരാമൻ പതാക ഉയർത്തി. CPM കൊടകര ഏരിയയിലെ 13 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള 145 പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനം വ്യാഴം വെള്ളി ദിവസങ്ങളിലായി അളഗപ്പ നഗർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. വ്യാഴാഴ്ച രാവിലെ 10-ന് CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KK രാമചന്ദ്രൻ, PK ഡേവിസ് എന്നിവർ പങ്കെടുക്കും. വെള്ളിയാഴ്ച വൈകിട്ട് പ്രതിനിധി സമ്മേളനം അവസാനിക്കും. തുടർന്ന് ശനിയാഴ്ച വൈകിട്ട് 4-ന് അളഗപ്പ ടെക്സ്റ്റൈൽസ് പടിക്കൽ നിന്നും ആമ്പല്ലൂർ ജോർജ് ടൗണിലേക്ക് ചുവപ്പ് സേന മാർച്ച്, പ്രകടനം, പൊതുസമ്മേളനം എന്നിവയുണ്ടാകും. ശേഷം 5 മണിക്ക് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി നിരവധി വർഷക്കാലം പ്രവർത്തിച്ച ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോ ഏറ്റവും വലിയ നേതൃത്വവും ദിശയും നൽകിയ പ്രിയപ്പെട്ട സീതാറാം യെച്ചൂരിയുടെ നാമധേയത്തിലുള്ള ഈ നഗരിലാണ് ഈ പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയും നാളെ രാവിലെ പുതുക്കാട് ബാറിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വെണ്ടൂർ കിളവൻ പറമ്പിൽ ദിനേശാണ് അറസ്റ്റിലായത്. വെണ്ടൂർ കാളൻ വീട്ടിൽ 35 വയസ്സുള്ള ജിയോയാണ് ആക്രമിക്കപ്പെട്ടത്. ഡിസംബർ 6-നാണ് സംഭവമുണ്ടായത്. പരിക്കേറ്റ ജിയോ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കൊട്ടേക്കാട് സ്കൂട്ടറിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പേരാമംഗലം സ്വദേശി 24 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവിച്ചത്. ചൊവ്വാഴ്ച രാത്രി 8:30-യോടെ കൊട്ടേക്കാട് പള്ളിക്ക് മുന്നിൽ വച്ചായിരുന്നു സംഭവം. തൃശൂരിൽ നിന്നും മുണ്ടൂരിലേക്കുള്ള യാത്രാമധ്യയായിരുന്നു അപകടം. വിഷ്ണു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കൊട്ടേക്കാട് പള്ളിക്ക് മുന്നിലെ വളവിൽ വെച്ച് നിരങ്ങി മറിയുകയായിരുന്നു. വീഴ്ചയിൽ സ്കൂട്ടറിൽ നിന്നും പെട്രോൾ ചോർന്നിരുന്നു. വീണ സ്കൂട്ടർ നേരെയാക്കി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീ ആളിപ്പടരുകയായിരുന്നു. തീപിടുത്തത്തിൽ സാരമായി പൊള്ളലേറ്റ വിഷ്ണുവിനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. അപകട വിവരമറിഞ്ഞ വിയ്യൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളി KSCB ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ അധ്യക്ഷത വഹിച്ചു. ടി വിനയൻ, ഡേവിസ് അക്കര, KL ജോസ്, ഫൈസൽ ഇബ്രാഹിം, മോളി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ഇന്ന് സാധാരണക്കാരായ മനുഷ്യരുടെ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റിന്റെ മുന്നിലാണ് നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുക. പെൻഷൻ കിട്ടുവാൻ സാധ്യതയില്ലാത്ത, ശമ്പളം കിട്ടുവാൻ സാധ്യതയില്ലാതെ, സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ, കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, വെള്ളം എല്ലാത്തിനും കരം കൂട്ടിക്കൊണ്ട്, പെട്രോളിനും ഡീസലിനും കരം കൂട്ടിക്കൊണ്ട് ഇന്ന് കേന്ദ്രത്തെയും പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ അവരുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അവർക്ക് കൈത്താങ്ങാകേണ്ടി വരുന്ന അല്ലെങ്കിൽ കൈത്താങ്ങായി മാറേണ്ട ഒരു ഭരണകൂടം, അത് കേന്ദ്രത്തിലാകട്ടെ കേരളത്തിലാകട്ടെ, കേന്ദ്രത്തിൽ കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞ് അത് 11ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോഴും കേരളത്തിൽ 5 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും 8.5 വർഷത്തിലേക്ക് അത് പൂർത്തീകരിക്കുമ്പോഴും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരോടൊന്ന് ചോദിക്കട്ടെ, എവിടെയാണ് നമ്മുടെ യുവത്തിന്റെ ജീവിത സാഹചര്യം എത്തി നിൽക്കുന്നത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പോഷക സംഘടനകളുടെ നേതൃത്വത്തിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനിയന്ത്രിതമായിട്ട് വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്കിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും സമര പോരാട്ടങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്.
കേന്ദ്ര സർക്കാരിന്റേത് ജനവിരുദ്ധ ചങ്ങാത്ത മുതലാളിത്ത നയങ്ങളെന്നാരോപിച്ച് CPI കോടാലി സെന്ററിൽ ധർണ സംഘടിപ്പിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കമ്മിറ്റി അംഗം KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VK വിനീഷ്, TK ഗോപി, VR സുരേഷ് എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. BKMU മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ, ഷീല ജോർജ് എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ നഗരത്തിൽ നടുറോഡിൽ വാഹനങ്ങൾക്കിടയിലൂടെ യുവാവിന്റെ സ്കേറ്റിംഗ് അഭ്യാസ പ്രകടനം. തൃശൂർ സ്വരാജ് റൌണ്ടിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്കായിരുന്നു അഭ്യാസ പ്രകടനം. സ്കേറ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെ പിറകിൽ പിടിച്ച് യാത്ര ചെയ്ത യുവാവ് 2 ബസ്സുകൾക്കിടയിലൂടെയും അതിസാഹസികമായി സ്കേറ്റ് ചെയ്ത് ഏറെ ദൂരം സഞ്ചരിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തിരക്കേറിയ റോഡിൽ യുവാവിന്റെ സ്കേറ്റിംഗ് മറ്റ് യാത്രക്കാർക്കും അപകടകരമുണ്ടാക്കുന്ന വിധമായിരുന്നു. സംഭവത്തിൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. MR മേനോൻ റോഡ് വഴി നായ്ക്കനാൽ ജംഗ്ഷനിലൂടെ സ്വരാജ് റൌണ്ടിലേക്ക് പ്രവേശിച്ച യുവാവ് മുനിസിപ്പൽ ഓഫീസ് റോഡ് വഴി ശക്തൻ നഗറിലേക്ക് പോയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം സ്കേറ്റിംഗ് നടത്തിയ യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. മനുഷ്യാവകാശ സംരക്ഷണ സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോസഫ് തൃക്കുകാരന്റെ അധ്യക്ഷതയിൽ യോഗം സംഘടിപ്പിച്ചു. ചാലക്കുടി പുഴയിലെ ചീങ്കണ്ണി ശല്യത്തിന് പരിഹാരം വേണമെന്ന് യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അശോകൻ AK നഗർ ആവശ്യപ്പെട്ടു. ജോസ് പാത്താടൻ, രവി ചാലക്കുടി, റാഫി മാളിയേക്കൽ, ശോഭ അയ്യപ്പദാസ് എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സപ്തദിന സഹവാസ ക്യാമ്പിന് മുന്നോടിയായി നന്ദിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘാടക സമിതി രൂപീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാർത്തിക ജയൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം നന്ദിനി സതീശൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ M. സുധീർ, സ്കൂൾ പ്രധാനാധ്യാപിക സമീന തോമസ്, PTA പ്രസിഡന്റ് MK അശോകൻ, കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് K. സുനിൽകുമാർ, പ്രോഗ്രാം ഓഫീസർ TS സ്വപ്ന, ഡിംപിൾ K. സണ്ണി, മറിയാമ്മ സാബി, ജസീല, ഷൈനി, സീനിയർ അധ്യാപിക MK രാജി എന്നിവർ സന്നിഹിതരായി. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് മഹോത്സവം വെള്ളിയാഴ്ച നടക്കും. വൈകിട്ട് 5-ന് നാദസ്വരം, കാവടി, 5:30-ന് ഭദ്രദീപം തെളിയിക്കൽ, 6:30-ന് ദീപാരാധന, തുടർന്ന് കൈകൊട്ടിക്കളി, 7-ന് പൂക്കള മത്സരം, കലാകായിക സാഹിത്യ മത്സര സമ്മാന വിതരണം. മതിക്കുന്ന് ആദിപരാശക്തി യോഗ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന നൃത്തയോഗ, 7:45-ന് വിവിധ സംഘങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി എന്നിവ ഉണ്ടായിരിക്കും. ചെങ്ങാലൂർ സൂര്യഗ്രാമം മലപ്പുറത്ത് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഈ മാസം 13 മുതൽ 19 വരെ തൃക്കാർത്തിക മഹോത്സവം ആഘോഷിക്കും. തന്ത്രി വിജയൻ കരുമാത്ര മുഖ്യ കാർമ്മികത്വം വഹിക്കും. 1-ാം ദിവസം ബ്രാഹ്മി പൂജ, 2-ാം ദിവസം മഹേശ്വരി പൂജ, 3-ാം ദിവസം പൂര മഹോത്സവം, 4-ാം ദിവസം വൈഷ്ണവി പൂജ, 5-ാം ദിവസം വരാഹി പൂജ, 6-ാം ദിവസം ഇന്ദ്രാണി പൂജ എന്നിവ നടക്കും. പൂരത്തിന് കിഴക്കൂട്ട് അനിയന്മാരും സംഘവും നടത്തുന്ന പാണ്ഡിമേളവും ഉണ്ടായിരിക്കും. പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം വെള്ളിയാഴ്ച നടത്തും. അന്നേ ദിവസത്തെ പ്രധാന വഴിപാടായ മഹാഭഗവത് സേവ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. വടക്കേത്തുറവ് സ്വാമിയാർകുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം വ്യാഴാഴ്ച വൈകിട്ട് 6:45-ന് കൊടിയേറും. വെള്ളിയാഴ്ച രാവിലെ മൃത്യുഞ്ജയ ഹോമം, പൊങ്കാല, ശനിയാഴ്ച വൈകിട്ട് 6-ന് സർവൈശ്വര്യ പൂജ, ഭഗവത് സേവ എന്നിവ നടക്കും. 18-ന് പൂയ മഹോത്സവം. ചാലക്കുടി വാട്ടർ അതോറിറ്റിയും ചാലക്കുടി താലൂക്കും ചേർന്ന് വാട്ടർ ചാർജ് റവന്യൂ റിക്കവറി നേരിടുന്ന ഉപഭോക്താക്കൾക്കായി ഒരു റവന്യൂ റിക്കവറി അദാലത്ത് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 17-ന് രാവിലെ 10:30 മുതൽ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് അദാലത്ത് നടത്തുന്നത്. വരന്തരപ്പള്ളി, മുക്കുളിയം, നന്ദിപുരം, വെള്ളിക്കുളങ്ങര, മറ്റത്തൂർ എന്നീ വില്ലേജുകളിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്കാണ് അന്നേ ദിവസം അദാലത്ത് സംഘടിപ്പിക്കുന്നത്. ബാധ്യത തീർക്കുന്നവർക്ക് അർഹിക്കുന്ന പരമാവധി ഇളവ് നൽകുന്നതിന് വേണ്ട നടപടികൾ അധികൃതർ ഈ അവസരത്തിൽ സ്വീകരിക്കുന്നതാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയിലേക്ക് കുതിച്ച് സ്വർണ്ണവില. ബുധനാഴ്ച 640 രൂപയാണ് പവന് വർദ്ധിച്ചത്. ഇതോടെ സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തി. 58,250 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 7,285 രൂപയും. ചൊവ്വാഴ്ചയും സ്വർണ്ണവില പവന് 600 രൂപ ഉയർന്നിരുന്നു. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 57,200 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. 2-ാം തീയതി 56,720 രൂപയായി താഴ്ന്ന ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്കും സ്വർണ്ണവില എത്തി.
അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളും ഓഹരി വിപണിയിലെ മാറ്റങ്ങളുമാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. ATM കാർഡിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇന്നത് ഉപയോഗിക്കാത്തവർ വളരെ കുറവാണ്. എന്നാൽ ATM കാർഡ് പണം പിൻവലിക്കാൻ മാത്രം ഉള്ളതാണെന്ന തെറ്റിദ്ധാരണ ചിലർക്കുണ്ട്. ഒരു ബാങ്ക് ATM ഉപയോഗിച്ച് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരു റിപ്പോർട്ട് കാണാം. ATMിൽ നിന്ന് പണം പിൻവലിക്കുക എന്നുള്ളത് അതിന്റെ പ്രാഥമിക ഉപയോഗത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ്. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ അതിന്റെ 4 അക്ക പിൻ നമ്പർ ഓർത്തുവെക്കണം. അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് പരിശോധിക്കാൻ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം. ഇതിനായി ബാങ്കിൽ പോകേണ്ട കാര്യമില്ല. കൂടാതെ കഴിഞ്ഞ 10 ദിവസത്തെ ഇടപാടുകൾ ഏതൊക്കെയെന്ന് അറിയാനും സാധിക്കും. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് പണം കൈമാറാം. ഇങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഓരോ ബാങ്കിനും അതിൻ്റെതായ പരിമിതികളുണ്ട്. ATM വഴി ക്രെഡിറ്റ് കാർഡ് കുടിശ്ശിക അടയ്ക്കാൻ കഴിയും. ഇതിനായി നിങ്ങളുടെ കാർഡും പിൻ നമ്പറും ആവശ്യമാണ്. ATM കാർഡ് ഉപയോഗിച്ച് ഒരു ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് മറ്റേത് ബാങ്കിന്റെ അക്കൗണ്ടിലേക്കും പണം കൈമാറാം. കൂടാതെ ഒരു ATM കാർഡിലേക്ക് 16 അക്കൗണ്ടുകൾ വരെ ലിങ്ക് ചെയ്യാം. ATM ഉപയോഗിച്ച് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാം. LIC, HDFC ലൈഫ്, SBI ലൈഫ് എന്നിവയ്ക്ക് പല ബാങ്കുകളുമായി ബന്ധമുണ്ട്. ബാങ്കുകൾ നൽകുന്ന ഈ സൗകര്യത്തിലൂടെ നിങ്ങൾക്ക് ഇൻഷുറൻസ് പ്രീമിയങ്ങൾ അടയ്ക്കാം. ഇതിനായി ഇൻഷുറൻസ് പോളിസി നമ്പർ, ATM കാർഡ്, പിൻ എന്നിവ ആവശ്യമാണ്. ചെക്ക് ബുക്കിലെ ലീഫുകൾ തീർന്നെങ്കിൽ വിഷമിക്കേണ്ട. ഒരു ATM സന്ദർശിച്ച് ഒരു പുതിയ ചെക്ക് ബുക്കിനായി അപേക്ഷിക്കാം. ഇത് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത വിലാസത്തിലേക്ക് ബാങ്ക് അയക്കും. വിലാസം മാറിയിട്ടുണ്ടെങ്കിൽ ATMിൽ ചെക്ക് ബുക്ക് അഭ്യർത്ഥിക്കുമ്പോൾ പുതിയ വിലാസം നൽകുക. അക്കൗണ്ട് തുറക്കുമ്പോൾ തന്നെ ബാങ്കുകൾ ഇപ്പോൾ മൊബൈൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് സജീവമാക്കുന്നുണ്ട്. നിങ്ങളുടെ മൊബൈൽ ബാങ്കിംഗ് സജീവമാക്കാൻ ATM സന്ദർശിച്ചാൽ മതി. ATM വഴി നിങ്ങളുടെ ATM പിൻ മാറ്റാൻ കഴിയും. ഇതിനായി ബാങ്കിൽ നേരിട്ടെത്തേണ്ട ആവശ്യമില്ല. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൊഴിൽ വാർത്തകളും അറിയിപ്പുകളുമായി അവസരജാലകം. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും അവസരജാലകത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ പ്രധാന അറിയിപ്പുകളും തൊഴിലവസരങ്ങളും നോക്കാം. ആശുപത്രിയിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ഇരിങ്ങാലക്കുട കോഓപ്പറേറ്റീവ് ആശുപത്രിയിലേക്ക് പബ്ലിക് റിലേഷൻ ഓഫീസർ, സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ എന്നിവരെ ആവശ്യമുണ്ട്. GNM അല്ലെങ്കിൽ BSc ആണ് നഴ്സിംഗിന്റെ യോഗ്യത. BPharm അല്ലെങ്കിൽ DPharm ആണ് ഫാർമസിസ്റ്റ് യോഗ്യത. BSc MLT ആണ് ലാബ് ടെക്നീഷ്യൻ യോഗ്യത. വിളിക്കേണ്ട നമ്പർ 048026707000. ഇമെയിൽ hrd@cooperativehospital.com. അക്കൗണ്ടന്റ് കം സെയിൽസ്മാൻ. ഗൃഹോപകരണ സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടന്റ് കം സെയിൽസ്മാൻ, മെക്കാനിക് എന്നിവരെ ആവശ്യമുണ്ട്. വിളിക്കേണ്ട നമ്പർ 7907434021. അധ്യാപക ഒഴിവ്. തൃശൂർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSSD ജൂനിയർ മാത്തമാറ്റിക്സ് അധ്യാപക ഒഴിവുണ്ട്. വിളിക്കേണ്ട നമ്പർ 9387915751 9946697277. പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. 2024-25 വർഷത്തെ സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ജോലി ചെയ്യുന്നവരുടെ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന മക്കൾക്കുള്ള സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ 2025 ഫെബ്രുവരി 15 വരെ സ്വീകരിക്കും. അപേക്ഷകരായ വിദ്യാർത്ഥികളുടെ മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ രക്ഷിതാവ് അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ പണിയെടുക്കുന്നു എന്ന് തെളിയിക്കുന്നതിന് ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപന സെക്രട്ടറിയുടെ
അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ ഓഫീസറുടെ സാക്ഷ്യപത്രം ഹാജരാക്കണം. ഭിന്നശേഷിയുള്ളവരും ഹോസ്റ്റലറായിട്ടുള്ളവരും അതുമായി ബന്ധപ്പെട്ട സാക്ഷ്യപത്രം ഹാജരാക്കണം. ഹരിതകർമ്മസേന പ്രവർത്തകരുടെ ആശ്രിതർക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല. 2023-24 വർഷം അപേക്ഷ നൽകിയിട്ടുള്ളവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. സാധുവായ UDISE കോഡുള്ളവർ സർക്കാർ എയ്ഡഡ് അംഗീകൃത എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 1 മുതൽ 10 വരെ പഠിക്കുന്നവരായിരിക്കണം. അപേക്ഷകരുടെ ജാതി, മതം, വരുമാനം എന്നിവ ബാധകമല്ല. വിദ്യാർത്ഥികൾക്ക് ആധാർ സീഡ് ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. വിളിക്കേണ്ട നമ്പർ 0487236038. മെഡിക്കൽ ഓഫീസർ കരാർ നിയമനം. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിൽ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ DPMSU ഓഫീസിൽ മെഡിക്കൽ ഓഫീസറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത MBBS, TTMC രജിസ്ട്രേഷൻ, പ്രവൃത്തി പരിചയം. അഭികാമ്യം. പ്രായപരിധി 62 വയസ്സ്. 30/11/2024 62 വയസ്സ് കവിയരുത്. ശമ്പളം 50,000. ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ ജനന തീയതി, യോഗ്യത, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകളും ബയോഡാറ്റയും മൊബൈൽ നമ്പർ, ഇമെയിൽ ID സഹിതം അപേക്ഷ ഡിസംബർ 16 വൈകിട്ട് 5 മണിക്കുള്ളിൽ ആരോഗ്യ കേരളം തൃശൂർ ഓഫീസിൽ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.arogyakeeralam.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കേണ്ട നമ്പർ 0487232582. നൈറ്റി കമ്പനിയിലേക്ക് സ്ത്രീകളെ ആവശ്യമുണ്ട്. വിളിക്കേണ്ട നമ്പർ 8136902919. വരാക്കര ക്ഷേത്രത്തിന് എതിർവശത്തുള്ള അമ്മുക്കുളം റോഡിൽ പ്രവർത്തിക്കുന്ന നൈറ്റി കമ്പനിയിലേക്ക് നൈറ്റി കട്ടിങ്ങിനും നൈറ്റികൾ മടക്കി പാക്ക് ചെയ്യുന്നതിനും സ്ത്രീകളെ ആവശ്യമുണ്ട്. പ്രവർത്തന സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെ. വിളിക്കുക 8136902919. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൽ വിവിധ ജില്ലകളിലായി ക്ലർക്ക് കം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓഫീസ് അറ്റൻഡന്റ് എന്നീ തസ്തികകളിൽ ഒഴിവ്. അവസാന തീയതി ഡിസംബർ 21. കൂടുതൽ വിവരങ്ങൾക്ക് ksYW.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ECHS പോളിക്ലിനിക്കുകളിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ക്ലർക്ക് തസ്തികയിൽ നിയമനം നടത്തുന്നു. ശമ്പളം 22,500 രൂപ. യോഗ്യത ബിരുദം, ക്ലാസ് 1, ക്ലറിക്കൽ ട്രേഡ്, ക്ലറിക്കൽ മേഖലയിൽ 5 വർഷ പ്രവൃത്തി പരിചയം, 10 വർഷത്തെ കമ്പ്യൂട്ടർ പ്രവൃത്തി പരിചയം. പ്രായം 53 വയസ്സ് കവിയരുത്. കൂടുതൽ വിവരങ്ങൾക്ക് www.h.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസരജാലകം സമാപിക്കുന്നു. പുതിയ അവസരങ്ങളുമായി അവസരജാലകം ഇനി അടുത്ത ആഴ്ച. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,285 രൂപ, പവന് 58,280 രൂപ. പള്ളിക്കുന്ന് തട്ടിൽ മാപ്രാണത്തുകാരൻ പരേതനായ രാജു മകൻ ജാക്സൺ അന്തരിച്ചു. 31 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേഴ്സിയാണ് അമ്മ. ആമ്പലൂർ വെണ്ടോർ മഞ്ഞളി ഫ്രാൻസിസ് അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9:30 വെണ്ടോർ സെന്റ് മേരീസ് പള്ളിയിൽ. പരേതയായ ജോസ്ഫിനെയാണ് ഭാര്യ. ഫ്രീജോ, ജിയോ, നീതു എന്നിവർ മക്കളും നീതു, ഡിനു മഞ്ഞളി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശാസ്താംപൂവം ആദിവാസി നഗറിലെ വയോധികയെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കാടർ വീട്ടിൽ മീനാക്ഷിയാണ് മരിച്ചത്. CPM കൊടകര ഏരിയ സമ്മേളനത്തിന് ആമ്പല്ലൂരിൽ തുടക്കമായി. സംഘാടക സമിതി ചെയർമാൻ PK ശിവരാമൻ പതാക ഉയർത്തി. കൊടകരയിൽ 23 കിലോ കഞ്ചാവുമായി കുപ്രസിദ്ധ മയക്കുമരുന്ന് കടത്തുകാരൻ പിടിയിൽ. പൂപ്പത്തി നെടുമ്പറമ്പിൽ വീട്ടിൽ ഷാജിയാണ് അറസ്റ്റിലായത്.
പുതുക്കാട് ബാറിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച വെണ്ടൂർ സ്വദേശിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളി KSCB ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.